ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളൊരു ഉടുപ്പെല്ലാം സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് നമുക്ക് കൈക്കുഴിയുടെ ഭാഗത്തൊക്കെ ഇച്ചിരി ചുളിവുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ചുളിവുകളൊന്നും വരാണ്ട് നല്ല നീറ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ആം റൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൈക്കുഴി ആ ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ അതിനാദ്യം വേണ്ടുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡർ മെഷർമെൻ്റ് ആണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഉദാഹരണം പറയുകയാണ്. ഞാനിവിടെ കൊടുക്കുന്ന ഷോൾഡർ വാല്യൂ എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. 14 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ ഷോൾഡർ വാല്യൂ ആണ് കേട്ടോ. അപ്പം നമ്മൾ മാർക്ക് ചെയ്യാൻ നേരത്ത് ഈ ഫുൾ ഷോൾഡർ ആണോ മാർക്ക് ചെയ്യുന്നത്? ഒരിക്കലുമല്ല, അതിൻ്റെ നേർ പകുതി ആയിരിക്കും മാർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 14ൻ്റെ നേർ പകുതി എന്ന് പറയുമ്പോൾ നമുക്ക് 7 ഇഞ്ചാണ് കിട്ടുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളൊരു ഉടുപ്പ് തയ്ക്കുമ്പോൾ നമ്മുടെ കഴുത്തിറക്കം എത്രയാന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. കഴുത്തിറക്കം എന്ന് പറയുന്നത് നമ്മുടെ പുറകിലത്തെ കഴുത്തിറക്കമാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ കൊടുക്കുന്ന കഴുത്തിറക്കം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ബാക്ക് നെക്ക് എന്ന് പറയുന്ന ഉദാഹരണത്തിന് ഞാനൊരു 5 ഇഞ്ച് കൊടുക്കുവാണ്. അപ്പോൾ 5 ഇഞ്ച് കൊടുക്കുമ്പോൾ ഷോൾഡർ എത്ര കുറയ്ക്കണം എന്നൊരു കാര്യമാണ് ഇനി പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് 5 ഇഞ്ച് ആണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതിൽ നിന്ന് 2 ഇഞ്ച് കുറയ്ക്കുക. അന്നേരം നമുക്ക് 3 ഇഞ്ച് കിട്ടും. ഈ 2 ഇഞ്ച് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. നിങ്ങൾ ഏതൊക്കെ കഴുത്തിറക്കം കൊടുത്താലും അതിൽ ആദ്യം ചെയ്യേണ്ട ഈ 2 ഇഞ്ച് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്കൊരു ഉത്തരം കിട്ടുമല്ലോ. ആ ഉത്തരത്തിനെ 1/4 ഇഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ 1/4 ഇഞ്ച് എന്ന് പറയുന്നതും നമുക്ക് കോൺസ്റ്റന്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് 0.75 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഈ 0.75 ഇഞ്ച് നമ്മൾ ഷോൾഡറിന്റെ പകുതി കണ്ടുപിടിച്ചതിൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 7ൽ നിന്ന് 3/4 ഇഞ്ച് കുറയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് 6.25 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ബാക്ക് നെക്ക് 5 ഇഞ്ചാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഷോൾഡർ എന്ന് പറയുന്നത് 6.25 ഇഞ്ച് ആയിരിക്കണം. ഈ ഷോൾഡർ കണ്ടുപിടിക്കുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ അത് കാണുവാണെങ്കിൽ ഒന്നുകൂടെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ടപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കുറച്ച് പേര് ചോദിച്ചായിരുന്നു എത്ര കഴുത്തിറക്കം തൊട്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത്. നമുക്കൊരു 3 ഇഞ്ച് തൊട്ട് ഈ ഒരു കാൽക്കുലേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. കയറിയ കഴുത്തിനൊന്നും നമ്മൾ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യത്തില്ല. നമ്മുടെ ഷോൾഡർ എത്രയാണോ അതിൻ്റെ നേർ പകുതി എടുക്കുക, പിന്നെ തയ്യൽ തുമ്പ് ആഡ് ചെയ്തായിരിക്കും ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇനി ഒരു പാറ്റേൺ പേപ്പർ എടുക്കുകയാണ്. അതിൽ ഞാൻ ബേസ് ലൈൻസ് കൊടുക്കുകയാണ്. നമ്മൾ ആ ഒരു ലെവലൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തു. ഇനി നമ്മൾ ആ കണ്ടുപിടിച്ച 6.25 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഇതിന് അഡീഷണൽ ആയിട്ട് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ 6.25 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ആ 6.25 ഇഞ്ചിൽ നിന്ന് താഴത്തോട്ട് ഞാൻ ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു. നമ്മൾ ഷോൾഡർ എത്രയാണോ കൊടുത്തത് അത് തന്നെയല്ല താഴത്തോട്ട് കൊടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ താഴത്തോട്ട് കൊടുക്കുവാണ് കേട്ടോ. ഇനി നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തത് 6.25 ഇഞ്ചല്ലേ, ആ 6.25 ഇഞ്ച് തന്നെ ഞാൻ താഴത്തോട്ടും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ മാർക്ക് ചെയ്ത പോയിന്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ചെസ്റ്റ് ലൈൻ വരയ്ക്കണം. അപ്പം നമ്മുടെ ചെസ്റ്റ് ഇവിടെ ഞാൻ കൊടുക്കുന്നത് ഉദാഹരണത്തിന് 36 ഇഞ്ചാണ്. അപ്പോൾ 36 ഇഞ്ചാണെങ്കിൽ അതിൻ്റെ 1/4 എന്ന് പറയുമ്പോഴത്തേക്കും 9 ഇഞ്ചായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ 9 ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റ് ലൈനിൻ്റെ അവിടെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാൻ 9 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം നമ്മൾ ലൂസ് എത്രയാണോ കൊടുക്കുന്നത് അത്രയും നമുക്കവിടെ മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനവിടെ 1/2 ഇഞ്ച് ലൂസ് കൊടുക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ തയ്യൽ തുമ്പ് എത്രയാണോ അത് കൊടുക്കുക. ഞാനിവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ ഒരു ആം ഹോൾ ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്റർ പോയിന്റ് ഇതേപോലെ നമ്മൾ ടേപ്പ് വെച്ച് മടക്കി കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മളവിടെ ഒരു പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പോയിന്റും അതേപോലെ തന്നെ നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, അതായത് ചെസ്റ്റ് ലൈനിൽ 1/2 ഇഞ്ച് ലൂസ് കൊടുത്ത പോയിന്റ് ഇല്ലേ, ആ പോയിന്റിൽ നമ്മൾ ഈ ഒരു ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ആം റൗണ്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു ആം ഹോൾ ലൈനിൻ്റെ മുകൾ ഭാഗത്ത്, ഞാൻ ഈ പെൻസിൽ വെച്ച് പോയിന്റ് ചെയ്തിരിക്കുന്ന ആ ഭാഗത്ത് നമുക്ക് ഷോൾഡർ അടിച്ചു പോകാനായിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. അതേപോലെ തന്നെ നമ്മൾ സ്ലോപ്പ് വല്ലതും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എത്രയാണോ കൊടുക്കുന്നത് അത്രയും വാല്യൂ അവിടുന്ന് കുറഞ്ഞു പോകും അല്ലേ. അപ്പം നമുക്ക് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് സ്ലോപ്പ് ഉണ്ട്, പിന്നൊന്ന് ഷോൾഡർ ചെയ്യാനായിട്ടുള്ള തയ്യൽ തുമ്പും ഉണ്ട്. അപ്പോൾ ഷോൾഡർ അടിക്കാനുള്ള തയ്യൽ തുമ്പ് എപ്പോഴും നമ്മൾ 1/2 ഇഞ്ച് ആയിരിക്കും കൊടുക്കുന്നത്. സ്ലോപ്പ് നമുക്കത് മാറിയും മറിഞ്ഞും പോകും. ചിലർ 1/2 ഇഞ്ച് കൊടുക്കുന്നവരുണ്ട്, ചിലർ 1/4 ഇഞ്ച് കൊടുക്കുന്നവരുണ്ട്, ചിലർ സ്ലോപ്പ് കൊടുക്കാത്ത സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഉദാഹരണത്തിന് 1/2 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കുന്നു എന്ന് കരുതുക. അപ്പം അങ്ങനെയാണെങ്കിൽ 1/2 ഇഞ്ച് സ്ലോപ്പിനും എടുക്കുന്നുണ്ട്, പിന്നെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ ചെയ്യാനും എടുക്കുന്നുണ്ട്. അപ്പം മൊത്തം 1 ഇഞ്ച് ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പം ആ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ നിന്ന് നമ്മൾ ചെസ്റ്റ് ലൈനിൽ അര ഇഞ്ച് മാർക്ക് ചെയ്ത്, അതായത് ലൂസ് അര ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, അവിടം വരെയുള്ള ആ ഒരു ലെങ്ത് നമ്മൾ ടേപ്പിൽ മെഷർ ചെയ്ത് നോക്കണം. അതാണ് നമ്മുടെ ആം റൗണ്ട് ആയിട്ട് വരേണ്ടത്. അപ്പം ഞാനിവിടെ ആം റൗണ്ട് കൊടുക്കുന്നത് ഉദാഹരണത്തിന് 16 ഇഞ്ചാണ്. അതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ചും കൂടെ ഞാൻ ലൂസ് കൊടുത്തു. അപ്പം നമുക്ക് 17 ഇഞ്ച് വന്നു. ഈ 17 ഇഞ്ചിന്റെ നേർപകുതി ആയിരിക്കണം നമ്മളിവിടെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ 17ന്റെ നേർപകുതി എന്ന് പറയുമ്പം 8.5 ഇഞ്ചാണ് എനിക്കിവിടെ കിട്ടുന്നത് കേട്ടോ. അപ്പൊ ആ 8.5 ഇഞ്ച് നമ്മുടെ ഈ ഒരു ആം റൗണ്ട് ലൈനിനകത്ത് ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പൊ അത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ആ 1 ഇഞ്ച് താത്തി മാർക്ക് ചെയ്ത ആ പോയിന്റിന്റെ അവിടെ ടേപ്പ് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എവിടം വരെയാണ് ചെക്ക് ചെയ്യേണ്ടത്? നമ്മൾ അര ഇഞ്ച് ലൂസ് മാർക്ക് ചെയ്ത പോയിന്റ് ഇല്ലേ, അവിടം വരെ ചെക്ക് ചെയ്യുക. അപ്പം എനിക്കിവിടെ കിട്ടുന്നത് 7.25 ഇഞ്ചാണ്. നമ്മുടെ ആം റൗണ്ട് എത്രയാണ്? 8.5 ഇഞ്ചാണ്. ബാക്കി നമുക്കൊരു 1.25 ഇഞ്ചോളം കൂടുതലും കൂടെ നമുക്കുണ്ടെങ്കിലേ നമുക്ക് അവിടെ ആം റൗണ്ട് കറക്റ്റ് ആവത്തുള്ളൂ. അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു 1/4 ഇഞ്ചും കൂടെ നമ്മുടെ ആം ഹോൾ ലൈൻ ഉണ്ടല്ലോ ഒന്ന് താത്തി മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു 1/4 ഇഞ്ച് ആ ആം ഹോൾ ലൈനിന്റെ അവിടുന്ന് താഴത്തോട്ട് മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു. ആ ലൈനിൽ നമ്മൾ ഒന്നും കൂടെ നമ്മുടെ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അതിന്റെ 4/1, അര ഇഞ്ച് ലൂസും 1 ഇഞ്ച് തയ്യൽ തുമ്പെല്ലാം മാർക്ക് ചെയ്യും. അപ്പൊ മുകളിൽ വരച്ച ആ ലൈൻ എല്ലാം ഞാൻ തുടച്ചു മാറ്റിയാണ്. നമ്മുടെ ആം റൗണ്ട് ഷേപ്പ് ചെയ്തതും അതെല്ലാം തുടച്ചു മാറ്റിയാണ്. കാരണം ആ ഒരു പോയിന്റിൽ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയില്ല. അപ്പൊ നമ്മൾ വീണ്ടും താത്തി വരച്ചു ആ ലൈൻ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ആം ഹോൾ ലൈനിന്റെ സെന്റർ പോയിന്റ് ഇതേപോലെ കണ്ടുപിടിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ചെസ്റ്റിന്റെ 4/1, പിന്നെ അതേപോലെ തന്നെ അര ഇഞ്ച് ലൂസും പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പും എല്ലാം നമ്മൾ ആ ഒരു ചെസ്റ്റ് ലൈനിൽ ഒന്നുകൂടെ മാർക്ക് ചെയ്യുകയാണ്. ഇനി നേരത്തെ നമ്മൾ ആം റൗണ്ട് ഷേപ്പ് ചെയ്തതുപോലെ തന്നെ ആ മിഡ് പോയിന്റും അതേപോലെ തന്നെ അര ഇഞ്ച് ലൂസ് മാർക്ക് ചെയ്ത പോയിന്റും നമ്മൾ വരച്ചു. ഇനി നമ്മൾ ആ അത്രയും ലെങ്ത് ഉണ്ടല്ലോ, നമ്മൾ 1 ഇഞ്ച് താത്തി വരച്ച പോയിന്റ് ഉണ്ടല്ലോ, അവിടുന്ന് നമ്മുടെ ചെസ്റ്റ് ലൈനിൽ ആ അര ഇഞ്ച് ലൂസ് മാർക്ക് ചെയ്ത പോയിന്റ് വരെ നമ്മളൊന്ന് മെഷർ ചെയ്ത് നോക്കുകയാണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് 8 ഇഞ്ചാണല്ലേ. നമുക്കിനി ഒരു അര ഇഞ്ചും കൂടെ ഉണ്ടെങ്കിലേ 8.5 ആകത്തുള്ളൂ. അപ്പൊ ഞാൻ വീണ്ടും ഒരു 1/4 ഇഞ്ചും കൂടെ ഞാനൊന്ന് ഇറക്കി മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അന്നേരം നമുക്കത് കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പൊ ഞാൻ വീണ്ടും ഒരു 1/4 ഇഞ്ച് ഞാൻ ഇറക്കി മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. വീണ്ടും പഴയ ആം റൗണ്ടും ലൈൻസും എല്ലാം ഞാൻ മായ്ച്ചു കളയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ പിന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ വരച്ച ചെസ്റ്റ് ലൈനിൽ നമ്മുടെ ചെസ്റ്റ് റൗണ്ടിന്റെ 4/1, അര ഇഞ്ച് ലൂസും അതേപോലെ തന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പും എല്ലാം നമ്മൾ മാർക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ആം ഹോൾ ലൈനിന്റെ സെന്റർ പോയിന്റും നമ്മൾ ടേപ്പ് വെച്ച് കണ്ടുപിടിക്കുക കേട്ടോ. ഓരോ വട്ടവും നമ്മളിങ്ങനെ ചെയ്യുന്തോറും നമ്മൾ സെന്റർ പോയിന്റ് മാറിക്കൊണ്ടിരിക്കും, അതിനനുസരിച്ച് കണ്ടുപിടിക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ആം റൗണ്ട് ഒന്ന് വരച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെയും നമ്മൾ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് കറക്റ്റ് ആം റൗണ്ടിന്റെ നേർപകുതി ലൂസ് ഉൾപ്പെടെ ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. അപ്പം ഇപ്പം എനിക്ക് കറക്റ്റ് 8.5 ഇഞ്ച് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ആം റൗണ്ട് ചെക്ക് ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒന്നും കൂടെ ആ ലൈൻസ് ഒന്ന് ബോൾഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ ആം റൗണ്ടും നിങ്ങൾ ലൂസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയാണോ ലൂസ് അത് രണ്ടും കൂടെ കൂട്ടി അതിൻ്റെ നേർപകുതി നമ്മളിവിടെ ഈ വരയ്ക്കുന്ന ലൈനിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ കറക്റ്റ് കിട്ടിയിട്ട് നമ്മൾ ബാക്കി പാറ്റേൺസ് എല്ലാം വരയ്ക്കുവാണെങ്കിൽ നമുക്ക് കൈക്കുഴിയുടെ അവിടെ ചുളിവൊന്നും ഇല്ലാണ്ട് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഓൾറെഡി 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് ഞാൻ ഇവിടെ കൊടുക്കുന്ന. അര ഇഞ്ച് സ്ലോപ്പിനും കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ അര ഇഞ്ച് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള തയ്യൽ തുമ്പും കൊടുത്തു. അതിനു മുമ്പേ നമ്മൾ കഴുത്തിറക്കം ജസ്റ്റ് ഒന്ന് ഞാനൊരു റഫായിട്ടൊന്ന് വരച്ചു കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മുടെ തയ്യൽ തുമ്പാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ഈ വരയ്ക്കുന്ന ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, അതിനെയാണ് ആം ഹോൾ ലൈൻ എന്ന് പറയുന്നത്. അപ്പം ഷോൾഡർ തന്നെയാണ് ആം ഹോൾ ലൈൻ എന്ന് നമുക്ക് ഇവിടെ പറയാൻ പറ്റുമോ? ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്ന ആ ലൈനിനെയാണ് ആം റൗണ്ട് എന്നും പറയുന്നത്. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഈ ഒരു ആം റൗണ്ട് ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൈക്കുഴിയൊക്കെ ചുളിവില്ലാണ്ട് തന്നെ കിട്ടും കേട്ടോ. ഇത് എല്ലാ ഡ്രസ്സിലും നമുക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആം റൗണ്ട് നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? നമുക്ക് ഷോൾഡർ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം.
അതിന് നമ്മൾ ആദ്യം കറക്റ്റായിട്ട് ഷോൾഡർ മെഷർ ചെയ്യണം. അതുപോലെ തന്നെ ബാക്കിൽ കഴുത്ത് നമ്മൾ എത്രയാണോ ഇറക്കുന്നത് അതിനനുസരിച്ച് ഷോൾഡർ എത്ര കുറയ്ക്കണം എന്നുള്ളതും അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് നമ്മൾ ആദ്യമേ ചെയ്തതല്ലേ. ഷോൾഡർ എത്രയാണോ അതിൻ്റെ നേർപകുതി കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ ബാക്ക് നെക്ക് എത്രയാണോ കൊടുക്കുന്നത് അതിൽ നിന്ന് 2 ഇഞ്ച് കുറച്ചു. ആ കിട്ടിയ ഉത്തരത്തിൽ നിന്ന് 4 ഇഞ്ച് മൾട്ടിപ്ലൈ ചെയ്തു. ആ കിട്ടുന്ന ആൻസറാണ് ഷോൾഡറിൻ്റെ പകുതി കണ്ടുപിടിച്ചതിൽ നിന്ന് കുറയ്ക്കുന്നത്. അങ്ങനെയാണ് നമുക്കിവിടെ ഷോൾഡർ കിട്ടിയതല്ലേ. ഇനി ഈ ഒരു ഷോൾഡർ തന്നെയാണ് ആം ഹോൾ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഒരിക്കലും നമുക്കത് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മൾ ഈ കൊടുക്കുന്ന ഷോൾഡർ തന്നെ നമ്മൾ ആം ഹോളായിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ആം റൗണ്ട് വരച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് വേണ്ടത് 8.5 ഇഞ്ചായിരുന്നു ലൂസ് ഉൾപ്പെടെ. ആ 8.5 ഇഞ്ച് ഇവിടെ നമുക്ക് ഇല്ലായിരുന്നു. ഈ ആം ഹോൾ ലൈനിനെ താഴത്തോട്ട് ഇറക്കി വരച്ചു. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഇത് ചെക്ക് ചെയ്ത് നോക്കി. അന്നേരമാണ് നമുക്ക് കറക്റ്റ് 8.5 ഇഞ്ച് കിട്ടിയതല്ലേ. നമുക്ക് മെയിനായിട്ടൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ വേണ്ടത് ഷോൾഡറും ആം റൗണ്ടുമാണ്. അപ്പോൾ ഈ ആം റൗണ്ട് കിട്ടാനായിട്ടുള്ള ഒരു ഉപായം മാത്രമാണ് ഈ ആം ഹോൾ ലൈൻ അല്ലെങ്കിൽ ആം ഹോൾ ഡെപ്ത് ലൈൻ എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇനിയിപ്പം നമ്മൾ ഈ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ആം റൗണ്ട് നമുക്ക് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ലൈൻ മുകളിലോട്ട് കയറ്റി വരച്ചിട്ട് പിന്നെയും ആം റൗണ്ട് ഒന്ന് റീഡ്രോ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെയാണ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.